നമസ്കാരം, ഞാൻ കവാല ശശികുമാർ. മുഖ്യമന്ത്രി വി ഡി സതീശനും ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോണും വിവാദത്തിലാണല്ലോ. ഞാൻ പക്ഷേ ഈ ചില കാര്യങ്ങൾ അവരുടെ കൂടെയാണ്. അതേസമയം അവരോട് കടുത്ത വിയോജിപ്പുകൾ ചില കാര്യങ്ങൾ ഉണ്ട് താനും. നിങ്ങളും ഞാൻ പറയുന്നത് കേട്ടാൽ യോജിക്കും വിയോജിക്കും. വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററാണ് ഉപയോഗിച്ചത്. അത് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവ് രോഗിയായി ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചു എന്നാണ് വ്യാഖ്യാനം വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ചില നിക്ഷേപകരെ കാണുവാൻ വേണ്ടിയുള്ള ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചതെന്നൊക്കെ മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വന്നു. അങ്ങനെയല്ല, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായാലും മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അത് നിയമപരമായി പ്രശ്നമില്ല, അതിനകത്ത് ധാർമ്മികമായും പ്രശ്നമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. 80 ലക്ഷം രൂപ മുടക്കിയാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. 25 മണിക്കൂർ അതിന്റെ യാത്ര സൗജന്യവുമാണ്. അങ്ങനെ സൗജന്യമാണ്, ഒരു ഹെലികോപ്റ്റർ കിടപ്പുണ്ട്, എന്നാൽ പിന്നെ കയറി പോയേക്കാം എന്ന് വെച്ച് പോകുമ്പോഴാണ് പ്രശ്നമാണ്. അങ്ങനെയല്ല, ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. അത് വെറുതെ ഉപയോഗിക്കാതിരിക്കുന്നത് തെറ്റാണ് താനും. വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പുതിയ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്യുന്നതിനും തടസ്സമില്ല എന്നാണ് എന്റെ പക്ഷം. അതായത് മുഖ്യമന്ത്രിക്ക് അത്യാവശ്യം വേണ്ടി വന്നാൽ ഹെലികോപ്റ്റർ യാത്ര ചെയ്യണ്ടേ? അത് വേണ്ടേ? അതിനെന്താ തടസ്സം? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിനൊക്കെ കാരണമായി പറയുന്നത്. പിന്നെയൊന്ന്, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വിമാനം വാടകയ്ക്ക് എടുത്ത സമയത്ത് അതിന് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കും വിമർശിച്ചു എന്നുള്ള കാരണമാണ് പറയുന്നത്. അതൊക്കെ സംഭവിക്കാം, അന്നത്തെ സാഹചര്യത്തിൽ വിമർശിക്കാം. എന്ന് വെച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്ന കാലത്ത് ഒരിക്കലും ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ കാണേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിന് മാത്രമാകരുത് വിവാദം. സംസ്ഥാനത്ത് സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ വരുത്തിവെക്കുന്ന അനാവശ്യ ചെലവുകൾ, ഉദ്യോഗസ്ഥന്മാർ വരുത്തിവെക്കുന്ന അനാവശ്യ ചെലവുകൾ, സർക്കാരിന്റെ വഴിവിട്ട രീതിയിൽ ഇതുവരെ നടത്തിയിരുന്ന ധൂർത്തുകൾ, ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കേണ്ടത്. അവിടെയാണ് നിയന്ത്രണം വേണ്ടത്. അതിനെക്കുറിച്ച് ആരും എന്താ പറയാത്തത്? അതാണ് ദുർച്ചെലവും പാഴ്ചെലവും. ആ പാഴ്ചെലവുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയുടെ വിയോഗത്തിൽ അദ്ദേഹം അവിടെ പോയി അന്ത്യകർമ്മങ്ങൾക്ക് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു: എൻ്റെ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ഞങ്ങൾ വീട്ടിലെ ആളുകൾ മാത്രം ചേർന്നിട്ട് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇതിന്റെ പേരിൽ വിഐപികൾ, പ്രത്യേകിച്ച് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോലും അങ്ങോട്ടേക്ക് വരണ്ട, അത് അവിടെ സ്വകാര്യമായ ചടങ്ങായി നടത്തും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഈ സർക്കാരിന്റെ ചെലവ് അതിനകത്ത് ഭാഗമാണ്, തുടങ്ങിയ പല കാര്യങ്ങളും അതിന് കാരണങ്ങളാണ്. അപ്പൊ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കാനായിട്ട് ഒന്നും കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്കോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ മുഖ്യമന്ത്രി ചെയ്യുന്നതെല്ലാം ഈ തരത്തിൽ വിവാദമാക്കുന്നത് അതിനോട് യോജിക്കാൻ കഴിയുകയില്ല. മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കണം. അതാണ് വേണ്ടത്. അതാണ് മുഖ്യമന്ത്രിയുടെ പദവി എന്ന് പറയുന്നത്. 2,